ആഗോളതലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ വികസിപ്പിച്ച് വിന്യസിച്ചിരിക്കുന്ന അയൺ ഡോം സംവിധാനം. ഹ്രസ്വദൂര റോക്കറ്റ്, മോർട്ടാർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണമൊരുക്കാനായി രൂപകൽപ്പന ചെയ്ത ഒരു മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം. അതുപോലെ തന്നെ ലോക ശ്രദ്ധയാകർഷിച്ച മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യ നിർമ്മിച്ച S-400. വിമാനങ്ങൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള വ്യോമ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് S-400. എന്നാൽ ഇസ്രയേലിന്റെയും റഷ്യയുടെയും ഈ രണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ പ്രകടനശേഷിയുള്ള പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. പ്രൊജക്ട് കുശ എന്ന പേരിൽ DRDO വികസിപ്പിക്കുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട മിസൈലുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഈ പ്രതിരോധ സംവിധാനത്തിൽ 3 തരത്തിലുള്ള ഇന്റർസെപ്റ്റർ സർഫസ് ടു എയർ മിസൈലാകും ഉപയോഗപ്പെടുത്തുക. 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ എന്നിങ്ങനെയാകും ഇവയുടെ പ്രഹരശേഷി. ഈ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തന സജ്ജമായാൽ വ്യോമസേനയുടെ ഇന്റർഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനവുമായി യോജിച്ചാവും പ്രവർത്തിക്കുക. നിലവിൽ എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മാതൃക പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ശത്രുക്കളുടെ ക്രൂസ് മിസൈലുകൾ, സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, ആളില്ലാ യുദ്ധക്കപ്പലുകൾ എന്നിവയെ 250 മീറ്റർ ദൂരത്തുനിന്ന് തന്നെ തിരിച്ചറിയാനും പ്രതിരോധം തീർക്കാനും കുശയ്ക്കാവും. അതുകൂടാതെ വ്യോമാക്രമണ സാധ്യതകൾ മുന്നിൽ കണ്ട് പ്രതിരോധം തീർക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന എയർസോൺ എയർലി വാർണിംഗ് സിസ്റ്റം ഉൾപ്പെടുന്ന വിമാനങ്ങളെ പോലും 350 മീറ്റർ ദൂരത്തുനിന്ന് തന്നെ കൃത്യമായി കണ്ടെത്താൻ കുശയ്ക്കാകും. ഈ വർഷം തന്നെ ഈ അത്യാധുനിക സംവിധാനത്തിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പരീക്ഷണം ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എക്സ്റ്റൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം XRSAM അല്ലെങ്കിൽ PGL-RSAM എന്നും അറിയപ്പെടുന്ന ഈ സംവിധാനം ഗതാഗത യോഗ്യമായ ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രതിരോധ രംഗത്ത് കുതിച്ചുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് സ്വന്തമായുള്ള ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അഥവാ എക്സ്റ്റൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ മറികടക്കാൻ പോന്നതാണ് ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന കുശ. 350 കിലോമീറ്ററോളം ദൂരെ നിന്ന് പോലുമുള്ള ഭീഷണികളെയും ലക്ഷ്യകേന്ദ്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന റഡാർ സംവിധാനവും ഇതിൽ ഘടിപ്പിക്കാനായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി 2022 പ്രൊജക്ട് കുശ വികസനത്തിനുള്ള അനുമതി നൽകിയത്. തുടർന്ന് 2023 സെപ്റ്റംബറിൽ കുശയ്ക്കായുള്ള 5 സ്ക്വാഡ്രണുകൾ വാങ്ങാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. ഏകദേശം 21,700 കോടി രൂപയോളം ഇതിനായി ആവശ്യമായി വരും. ഈ പദ്ധതിക്ക് കീഴിൽ 2024 ഓഗസ്റ്റ് മുതൽ DRDO 150 കിലോമീറ്റർ ദൂരപരിധിയുള്ള 5M1 മിസൈലുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ പ്രകാരം കുശ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യക്ഷമത 80% മുകളിലാണ്. അതായത് വ്യോമാക്രമണങ്ങളിൽ നിന്ന് 80% മുകളിൽ പ്രതിരോധം തീർക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കും. ഒരൊറ്റ മിസൈൽ മാത്രം ഉപയോഗപ്പെടുത്തി 1 ലക്ഷ്യത്തെ പ്രതിരോധിക്കാൻ ഇവയ്ക്കാകും. എന്നാൽ ഒരേ സമയം 2 മിസൈലുകളാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ വിജയ സാധ്യത 90% മുകളിൽ ഉയരും. നിലവിൽ വ്യോമ പ്രതിരോധ രീതിയിലുള്ള സംവിധാനമാണ് കുശ പ്രൊജക്ടിന് കീഴിൽ വികസിപ്പിക്കുന്നതെങ്കിലും അതിന്റെ നാവിക പതിപ്പിന്റെ വികസനവും പുരോഗമിച്ചു വരികയാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ പരമാവധി 250 കിലോമീറ്റർ ദൂരെ നിന്നുള്ള കപ്പൽ വേധ മിസൈൽ ആക്രമണങ്ങളെ തിരിച്ചറിയുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും വഴി തുറക്കും. 2028 2029 കുശയുടെ വ്യോമ നാവിക സംവിധാനങ്ങൾ അതത് സേനകളുടെ ഭാഗമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ സംവിധാനങ്ങളുടെ തദ്ദേശീയ വികസനത്തിനായുള്ള ഇന്ത്യയുടെ തീവ്ര ശ്രമമാണ് കുശയിലൂടെ ഫലമണിയാൻ പോകുന്നത്. വ്യോമ പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് നിലവിൽ ആകാശ് സംവിധാനം, റഷ്യൻ നിർമ്മിത S-400 സംവിധാനം എന്നിവയാണുള്ളത്. ഇതുകൂടാതെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം ലക്ഷ്യമിട്ട് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച് സ്വന്തമാക്കുകയുണ്ടായി. ഈ സംവിധാനങ്ങൾക്കെല്ലാം അനുബന്ധമായി ഉപയോഗിക്കാനാണ് DRDO കുശ വികസിപ്പിക്കുന്നത്. ഈ വ്യോമ പ്രതിരോധ സംവിധാനം രാജ്യസുരക്ഷയ്ക്ക് മുതൽക്കൂട്ടായി തീരുമെന്നതിൽ സംശയമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.
ന്യൂസ്.